മൊഡ്യൂൾ 4 സീരിയൽ കമ്മ്യൂണിക്കേഷൻ 805 സീരിയൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ? സോ ഫസ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ, എന്താണ് ഡേറ്റ ട്രാൻസ്ഫർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. സോ ഡിജിറ്റൽ സിസ്റ്റം ട്രാൻസ്ഫർ ഡേറ്റ ഇൻ 2 ways. അപ്പോൾ 2 രീതിയിൽ നമുക്കറിയാവുന്നതാണ്, 2 ways, 2 മെത്തേഡിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് പാരലൽ ഡേറ്റ ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, സോ നമ്മളുടെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ക്യാരക്ടറിൻ്റെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ ഡേറ്റയുടെ സൈസ് അനുസരിച്ച് വി നീഡ് ആസ് മെനി ലൈൻസ് ആസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഡേറ്റ. 8 or more lines are used to transfer data to a device that is only a few meters distance away. സോ നമ്മളുടെ ട്രാൻസ്മിറ്ററും റിസീവറും നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റർ റിസീവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ട് ആണെങ്കിൽ ആ 8 ലൈൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ഫസ്റ്റ് LSB ബിറ്റ് ടു LSB ബിറ്റ് ഒരു ലൈൻ, നെക്സ്റ്റ് MSB ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അടുത്ത ലൈൻ. അപ്പോൾ എത്ര ബിറ്റ്സ് ഉണ്ടോ അത്രയും ബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചാനൽ ഡിഫൈൻ ചെയ്ത് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാസ്റ്റാണ്. ഓക്കെ, 1 ക്ലോക്ക് സൈക്കിളിൽ 1 ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാനൽ ഡേറ്റ കണ്ടക്ടേഴ്സിൻ്റെ സൈസിന് എണ്ണവും കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് ഒക്കെ ആയിട്ട് മാറും. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതാണ് പാരലൽ ഡേറ്റ ട്രാൻസ്മിഷൻ. ദെൻ സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ. സീരിയൽ ഡേറ്റ ട്രാൻസ്ഫർ ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് ടു എ ഡിവൈസ് ദാറ്റ് ഈസ് മെനി മീറ്റർ ഡിസ്റ്റൻസ് അവേ ഫ്രം ദ ട്രാൻസ്മിറ്റർ. ഓക്കെ, ബോത്ത് പാർട്ടീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ 8 ലൈൻസ് കൊടുത്ത് നമ്മളൊരു ചാനൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്ര എളുപ്പമല്ല. സോ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സീരിയൽ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത്. സീരിയൽ ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിംഗിൾ ചാനൽ മതിയാകും. ഓക്കെ, സോ പാരലൽ ട്രാൻസ്മിഷനിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് ആസ് മെനി ചാനൽസ് ആസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഡാറ്റ. ഹിയർ വി നീഡ് ഓൺലി 1 ഡാറ്റ ചാനൽ. ഒരു ചാനൽ കൂടി ഓരോ ബിറ്റ്സിനെ ഇൻഡിവിജ്വലി നമുക്ക് ടൈം ഡിവിഷനിൽ ഓരോ സ്ലോട്ട് ഓരോ ടൈം, ദിസ് ടൈം ചാനൽ 1 അല്ലെങ്കിൽ ഫസ്റ്റ് ചാനലിൽ ഒരു ബിറ്റ് മാത്രം, നെക്സ്റ്റ് ബിറ്റ് ആ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ. സോ ഇതാണ് ഒരു കമ്പാരിസൺ. സോ നമ്മളുടെ സീരിയൽ ട്രാൻസ്മിഷനിലേക്ക് നോക്കുമ്പോൾ സെൻഡർ റിസീവർ ഒരു ഒറ്റ ചാനലേ ഉള്ളൂ. സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ സീരിയലി നമുക്കിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പാരലലിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻറ്റർ D0 എന്ന് പറയുന്ന റിസീവറിൻ്റെ D0 ഒരു ചാനൽ ഉണ്ടായിരിക്കും, D1 അടുത്ത ചാനൽ ഉണ്ടാക്കി, എക്സെട്ര. D7 ഫ്രം സെൻറ്റർ ടു റിസീവർ ദർ വിൽ ബി എ ചാനൽ. സോ D0 കൂടി D0 ബിറ്റ് ഓഫ് ദ ക്യാരക്ടർ മാത്രമേ പോകുള്ളൂ. സോ ആദ്യത്തെ നമ്മളുടെ ഫസ്റ്റ് ക്യാരക്ടർ 8 ബിറ്റ് ഉണ്ടാവും, അതിൻ്റെ D0 ഇങ്ങോട്ടേക്ക് പോകും, D7 ഇതിൽ പോകും. സോ സിംഗിൾ ക്ലോക്ക് പൾസിൽ 1 ബൈറ്റ് ഓഫ് ഡാറ്റ നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തോ ആദ്യം D0 സെൻഡ് ചെയ്യും, ദെൻ D1 സെൻഡ് ചെയ്യും, ദെൻ D2 സെൻഡ് ചെയ്യും, ദെൻ D3 സെൻഡ് ചെയ്യും, എക്സെട്ര. സോ നമ്മൾക്ക് 8 ബിറ്റ് ഉണ്ടെങ്കിൽ 8 ക്ലോക്ക് സൈക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഈ ചാനൽസ് ഈ വഴി നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. സോ ഇവിടെ നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത് ഇതിനെ അപേക്ഷിച്ച് 1/8 ആയിരിക്കും. ഒരു സിമ്പിൾ സെൻസിൽ പറഞ്ഞ് 1/8 ടൈംസ് സ്ലോ ആയിരിക്കും ഡേറ്റ സീരിയൽ ട്രാൻസ്മിഷനിലെ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്നത്. സോ ദ ബോഡ് റേറ്റ് എന്നൊക്കെ പറയും, നമ്മളത് പിന്നീട് പഠിക്കുന്നതാണ്. ഓക്കെ, എനിവേ അതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം. ദെൻ ട്രാൻസ്മിഷൻ തന്നെ 2 മെത്തേഡാണ്. സോ എങ്ങനെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന്. ട്രാൻസ്മിറ്റിങ്ങിൻ്റെ ദ ബൈറ്റ് ഓഫ് ഡാറ്റ മസ്റ്റ് ബി കൺവേർട്ടഡ് ടു സീരിയൽ ബിറ്റ്സ് യൂസിങ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. സോ നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ അല്ലെങ്കിൽ വേറെ ചാപ്റ്ററിൽ വേറെ പേപ്പറിൽ പഠിക്കുന്നതാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട്. ഓക്കെ, ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഡിഫറെൻറ്റ്. പാരലൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഇവിടെ നമ്മൾക്ക് ട്രാൻസ്മിറ്റ് സൈഡിൽ വേണ്ട ഷിഫ്റ്റ് രജിസ്റ്ററാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇലക്ട്രോണിക്സ് സർക്യൂട്ട് ഡിജിറ്റൽ പാർട്ടുണ്ട്, ഇവിടേക്ക് നമുക്ക് 8 ബിറ്റ് ഇങ്ങനെ ഉണ്ടായിട്ട് വരും. സോ ഇതിൻ്റെ അകത്ത് ഒറ്റ ഔട്ട്ലൈനേ ഉണ്ടാവുള്ളൂ. ആദ്യം D0, ദെൻ D1, ദെൻ D2, ഇങ്ങനെ ഓരോ ക്ലോക്ക് പൾസിലും ഇങ്ങനെ ഓരോ ബിറ്റ് D1 D2 ഓർഡറിൽ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കണം. സോ നമുക്ക് 1011 1100 എന്ന് പറയുന്ന ബിറ്റ് ഉണ്ടെങ്കിൽ ആദ്യം 0, ദെൻ 0, ദെൻ 1, ദെൻ 1, ദെൻ 1, ദെൻ 1, ദെൻ 0, ദെൻ 1, ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ സീരിയലി ഡാറ്റ ആക്കി മാറ്റണം. അതാണ് നമുക്ക് സീരിയൽ പാർട്ടിൽ ട്രാൻസ്മിറ്റർ സൈഡിൽ സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ വേണ്ടി വരിക. സോ പാരലൽ ഇൻ സീരിയൽ ഔട്ട്.
ദെൻ അടുത്ത റിസീവർ, അപ്പോൾ ഈ ചാനൽ നമ്മുടെ ട്രാൻസ്മിറ്റർ ഇവിടെ ഉണ്ടാകും. ദെൻ ചാനൽ വഴി ആദ്യം D0 ഇങ്ങോട്ടേക്ക് വന്നു, D0 ഇവിടെ എത്തി. സോ റിസീവർ സൈഡിലേക്ക് വരുമ്പോൾ റിസീവറിൽ വരുന്ന ഡാറ്റ സീരിയലായിരിക്കും. അതിനെ നമുക്ക് ഒരു ബൈറ്റാക്കി മാറ്റണം. ബൈറ്റാക്കി മാറ്റണമെങ്കിൽ സീരിയലായിട്ട് വരുന്ന ഈ ഡാറ്റ ആദ്യം പിടിച്ചിട്ട് D0യിലേക്ക് ലോഡ് ചെയ്യണം. ദെൻ D0 പിടിച്ച് D0യിലേക്ക് ലോഡ് ചെയ്യണം. D1 പിടിച്ച് D1, ദെൻ D2 എങ്ങനെ മാറ്റി D7 etc ഇങ്ങനെ ഒരു ബൈറ്റാക്കി മാറ്റണം. സോ സീരിയലായിട്ട് വരുന്നതിന് നമുക്ക് പാരലാക്കി മാറ്റണം. സോ റിസീവറിൽ നമുക്ക് ഉള്ള കൺവേർട്ടർ എന്ന് പറയുന്നത് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് അവിടെ റിസീവറിൽ വേണ്ടി വരിക. സോ ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ യൂസസ് 2 മെത്തേഡ്സ്. സോ 2 രീതിയിലുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ഓക്കെ, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രം പറയുന്നതാണ്. സിങ്ക്രണസ് മെത്തേഡ് ട്രാൻസ്ഫേഴ്സ് എ ബ്ലോക്ക് ഓഫ് ഡാറ്റ അറ്റ് എ ടൈം. അപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റയാണ് നമുക്ക് സെയിം ടൈമിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും സിങ്ക്രണസ് ട്രാൻസ്മിഷനിൽ. അസിങ്ക്രണസ് മെത്തേഡ് ട്രാൻസ്ഫർ സിംഗിൾ ബൈറ്റ് അറ്റ് എ ടൈം. സോ അസിങ്ക്രണസ് ട്രാൻസ്മിറ്ററാണ് നമ്മൾ ഇവിടെ UART എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് 8051 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അസിങ്ക്രണസ് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. സോ നമ്മൾക്ക് 8 ബിറ്റ്, അതായത് 1 ബൈറ്റാണ് അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇതാണ് മെത്തേഡ് ട്രാൻസ്ഫർ സിംഗിൾ ബൈറ്റ് അറ്റ് എ ടൈം. സോ ഒരു ബൈറ്റ് ബൈ ബൈറ്റിനാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇവിടെ അസിങ്ക്രണസ് മെത്തേഡിൽ, സിങ്ക്രണസ് മെത്തേഡിൽ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ, നമ്പർ ഓഫ് ബൈറ്റ്സ് ക്യാൻ ട്രാൻസ്ഫർ അറ്റ് എ ടൈം. ഓക്കെ, സോ അസിങ്ക്രണസ് മെത്തേഡാണ് നമ്മൾ 8051 അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് തന്നെ ഒരു കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് ഒരു ഇൻട്രഡക്ഷൻ പാർട്ടായിട്ട് ട്രാൻസ്മിഷൻ ബേസ്ഡ് ഓൺ ദ ചാനൽ യൂട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു. ട്രാൻസ്മിറ്ററും റിസീവർ, ഇത് ട്രാൻസ്മിറ്ററാണ്, നമുക്കിവിടെ റിസീവറുണ്ട്. ട്രാൻസ്മിറ്ററും റിസീവറും കണക്ട് ചെയ്ത ഒരു ചാനലുണ്ട്. ഈ ചാനലിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് 2 തരം ട്രാൻസ്മിഷനുണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സിംപ്ലക്സ് മെത്തേഡാണ്. സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ട്രാൻസ്മിഷൻ അലൗഡ് ഓൺലി ഇൻ 1 ഡയറക്ഷൻ. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് മാത്രമേ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ച് റിട്ടേൺ ഡാറ്റ ട്രാൻസ്ഫർ പറ്റില്ല. റിസീവർ സൈഡിൽ നിന്ന് സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് ഫസ്റ്റ് പാർട്ടിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല ഇതിൽ സിംപ്ലക്സ് മെത്തേഡിൽ. ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഡ്യൂപ്ലക്സ് മെത്തേഡാണ്. അത് നമുക്ക് വെരി ക്ലിയർ ആണ്. സിംപ്ലക്സിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡ്യൂപ്ലക്സ്. ഡാറ്റ ട്രാൻസ്മിഷൻ അലൗഡ് ഇൻ ബോത്ത് വേസ്. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് നമുക്ക് ഡാറ്റ റിസീവറിലേക്ക് അയക്കാം. ഓൾസോ റിസീവർ ക്യാൻ സെൻഡ് ഡാറ്റ ടു ട്രാൻസ്മിറ്റർ. ഇത് 2 ചാനലിൽ, ഒരു സെയിം ചാനലിൽ നമുക്ക് 2 ഡയറക്ഷനിലും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡ്യൂപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഫർദർ ഡ്യൂപ്ലക്സിനെ തന്നെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹാഫ് ഡ്യൂപ്ലക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലക്സ്. ഹാഫ് ഡ്യൂപ്ലക്സും ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറയുന്ന 2 കമ്മ്യൂണിക്കേഷൻ ഡ്യൂപ്ലക്സ് മെത്തേഡിലുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ 2-വേ കമ്മ്യൂണിക്കേഷനാണ്. ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ 1 ഡയറക്ഷൻ അറ്റ് എ ടൈം. 1 ടൈമിൽ നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഓഫ് ചാനൽ ഈസ് യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് 2-വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ടി ആൻഡ് സെക്കൻഡ് പാർട്ടി എന്ന് വിളിക്കാം. ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി. ഓക്കെ, ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് സെക്കൻഡ് പാർട്ടിയിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ചാനലേ ഉള്ളൂ. ഓക്കെ, സോ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡാറ്റ സെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ ഈ സമയത്ത് സെക്കൻഡ് പാർട്ടിക്ക് ഫസ്റ്റ് പാർട്ടിയിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. വൺസ് ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് കംപ്ലീറ്റഡ്, അതിനുശേഷം ഈ ചാനൽ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. സോ ഈ ഡയറക്ഷനിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 1 to 2 നിന്ന് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. സോ 1 ചാനലാണ്, അവിടെ നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം സ്ലോട്ടിലെ ഫോർവേഡ് ഡയറക്ഷനിൽ, അടുത്ത സ്ലോട്ട് 1 എന്താണ് ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് സെക്കൻഡ് പാർട്ടിയിലേക്ക് ഓർ ഫോർവേഡ് ഡയറക്ഷനിലെ കമ്മ്യൂണിക്കേഷൻ. ദെൻ ടൈം സ്ലോട്ട് 2 ബാക്ക്വേർഡ് ഡയറക്ഷനിൽ, അതായത് സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് ഫസ്റ്റ് പാർട്ടിയിലേക്ക് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. ഫുൾ ഡ്യൂപ്ലക്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ക്യാൻ ഗോ ബോത്ത് വേസ് അറ്റ് എ സെയിം ടൈം. സോ 1 നിന്ന് 2ലേക്കും 2 നിന്ന് 1ലേക്കും സെയിം ടൈമിലേക്ക് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ചാനൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ചാനൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്
ആസ് ആൻഡ് വെൻ ഇറ്റ്സ് റിക്വയർഡ്. ഓക്കെ, ചാനൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ ഡ്യൂപ്ലക്സിലെ. സോ ഇതാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ. സിംപ്ലക്സ് എന്ന ട്രാൻസ്മിറ്റർ നിന്ന് റിസീവറിലേക്ക് മാത്രം. എക്സാമ്പിളായിട്ട് നോക്കിയാൽ നമ്മളുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ എക്സെട്ര ഇതൊക്കെ എന്താണ് സിംപ്ലക്സ് മെത്തേഡിൽ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് മെത്തേഡാണ്. റേഡിയോയിലേക്ക് ട്രാൻസ്മിറ്റർ റിസീവറിലേക്ക് മാത്രം നമുക്ക് ഇൻഫർമേഷൻ, റിസീവറിൽ നിന്ന് റേഡിയോയിൽ നിന്ന് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിലേക്ക് നമുക്കൊന്നും വിളിക്കാം, ഒന്നും ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഹാഫ് ഡ്യൂപ്ലക്സ് ട്രാൻസ്മിറ്റർ ഓൺ റിസീവർ ട്രാൻസ്മിറ്റർ ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. സോ ഇത് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് നമുക്ക് ടെലിഫോൺ സിസ്റ്റമൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, കറക്റ്റ് അല്ല. സെയിം ടൈമിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ പാർട്ടി ആദ്യകാലങ്ങളിൽ ടെലിഫോണൊക്കെ വൺ പാർട്ടി ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്ന സിഗ്നൽ കൊടുത്താൽ മാത്രമേ സെക്കൻഡ് പാർട്ടിയിലേക്ക് റിസീവറിൽ ഇങ്ങോട്ടേക്ക് ഡാറ്റ അയക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള സിസ്റ്റമാണ് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത് സെയിം ചാനൽ രണ്ടുപേർക്കും രണ്ട് സൈഡിലും കമ്മ്യൂണിക്കേഷൻസ് പറ്റും. അതാണ് നമ്മുടെ ഫുൾ ഡ്യൂപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. 8051 ആയിട്ട് യാതൊരു ബന്ധവുമില്ല, ജസ്റ്റ് ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ് പ്രോട്ടോകോൾ, എന്താണ് ബോഡ് റേറ്റ്? പ്രോട്ടോകോൾ സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്. സോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് എഗ്രീഡ് ബൈ ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ. സോ സെൻഡറും റിസീവറും തമ്മിൽ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ ഡാറ്റ ഈസ് പാക്ഡ്. നമ്മൾ പറഞ്ഞു 8 ബിറ്റ് ഡാറ്റയാണ്, അത് എങ്ങനെയാണ് പാക്ക്, ആദ്യം LSB ആണോ വരുന്നത് ഓർ MSB ആണോ വരുന്നത്, ഇതിനെ ഒരു ഡിഫൈൻ ചെയ്തിരിക്കണം. ആദ്യം ഫസ്റ്റ് ഐ വിൽ ബി സെൻഡിങ് മൈ LSB ബിറ്റ്, ദെൻ ഫൈനലി മൈ MSB ബിറ്റ്. അപ്പോൾ ആ രണ്ട് പാർട്ടിയിലും അത്, അപ്പോൾ റിസീവ് ചെയ്യുന്ന ഫസ്റ്റ് ഡാറ്റ LSB ആയിട്ട് നമ്മൾ റിസീവർ എടുക്കണം, സെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ഡാറ്റ LSBയും ആയിരിക്കണം. ആ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഒരു റൂൾ ഉണ്ടായിരിക്കണം. അതിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ദെൻ ഹൗ മെനി ബിറ്റ്സ് കൺസ്റ്റിറ്റ്യൂട്ട്സ് എ ക്യാരക്ടർ. ഇനി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ എത്ര ബിറ്റ് ഉണ്ട് എന്ന് ട്രാൻസ്മിറ്ററിലും റിസീവറിലും സെയിം ലോജിക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ട്രാൻസ്മിറ്ററിൽ 8 ബിറ്റാണ് ഒരു ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ റിസീവറിലും അത് 8 ബിറ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ കാരണം 8 ബിറ്റ് സീരിയൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഓരോ 8 കഴിയുമ്പോഴും ഇങ്ങനെ പാക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ അതും ഡിഫൈൻ ചെയ്തിരിക്കണം. വെൻ ദ ഡാറ്റ ബിഗിൻസ് ആൻഡ് എൻഡ്. സോ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യാവുന്ന ട്രാൻസ്മിറ്റർ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കമാൻഡ് കൊടുക്കണം, ഡാറ്റ സ്റ്റോപ്പ് ചെയ്യുമ്പോഴൊരു കമാൻഡ് കൊടുക്കണം. ഓക്കെ, സോ കമാൻഡ് ട്രാൻസ്മിറ്ററിൽ യൂസ് ചെയ്യുന്ന കമാൻഡ് തന്നെ ആയിരിക്കണം റിസീവറിൽ യൂസ് ചെയ്യുന്ന കമാൻഡ്. സോ ആ കമാൻഡ് വരുമ്പോൾ റിസീവറിന് മനസ്സിലായിരിക്കണം വിത്തിൻ ദ നെക്സ്റ്റ് ടൈം സ്ലോട്ട് ദ ട്രാൻസ്മിറ്റർ ഈസ് സപ്പോസ് ടു സെൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡാറ്റ ബിറ്റ്. ഓക്കെ, സോ ഈ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു എഗ്രിമെൻറ്റ് ബോത്ത് സൈഡിലും ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മളുടെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതൊക്കെ സോഫ്റ്റ്വെയർ പാർട്ടിൽ വരുന്നതാണ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ദെൻ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും എന്താണെന്നുള്ളതാണ്. ഓക്കെ, അസിൻക്രണസ് സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ക്യാരക്ടർ ഓറിയൻറ്റഡ് ട്രാൻസ്മിഷൻ. സോ നമ്മളുടെ പെർട്ടിക്കുലർ ഫോർ ആസ്കി ക്യാരക്ടർ ABCD നമ്മളത് ടെക്സ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് അസിൻക്രണസ് സീരിയൽ ഡാറ്റ. അസിൻക്രണസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, 1 ബൈറ്റ് അറ്റ് എ ടൈം. ഓക്കെ, സോ സിൻക്രണസ് അല്ല, സിൻക്രണസിൽ 1 ബ്ലോക്ക് ഓഫ് ഡാറ്റ അറ്റ് എ ടൈം. നമ്മളുടെ അസിൻക്രണസ് ട്രാൻസ്മിഷനാണ് 8051 യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡിലെ വൈഡ്ലി യൂസ്ഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഈച്ച് ക്യാരക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ എ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് കോൾഡ്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രെയിമിങ്. സോ നമ്മൾ വെൽക്കം എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഓരോ ക്യാരക്ടറിൻ്റെയും ഇടയ്ക്ക് ഇതാണ് W എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, എൻ്റെ ആസ്കി വാല്യൂ ആണ് നമുക്ക് ഓഫ് കോഴ്സ് സെൻഡ് ചെയ്യേണ്ടത്. ദെൻ Eയുടെ ആസ്കി വാല്യൂ, Lൻ്റെ വാല്യൂ, ഇങ്ങനെ നമ്മൾ ഓരോ ക്യാരക്ടറിനെയും സെൻഡ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ വാല്യൂസ്, ഈ ആസ്കി വാല്യൂസ് ആണെങ്കിൽ Wൻ്റെ ആസ്കി വാല്യൂസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിന് മുൻപ് ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ടായിരിക്കണം, ഒരു സ്റ്റോപ്പ് ബിറ്റ് ഉണ്ടായിരിക്കണം. സ്റ്റാർട്ട് ബിറ്റ് ദെൻ സ്റ്റോപ്പ് ബിറ്റ്. ഓക്കെ, സോ സ്റ്റാർട്ട് ബിറ്റ് സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറയുന്ന ലോജിക് 1 ലോജിക് 0 നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് പ്രോട്ടോകോളിൽ ഡിഫൈൻ ചെയ്തിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് വയ്ക്കേണ്ടത്, W വയ്ക്കേണ്ടത്. ദെൻ അടുത്ത സ്റ്റാർട്ട് ബിറ്റ്, നെക്സ്റ്റ് സ്റ്റോപ്പ് ബിറ്റ്, ദെൻ Eയുടെ ആസ്കി വാല്യൂ, നെക്സ്റ്റ് സ്റ്റാർട്ട് ബിറ്റ്, നെക്സ്റ്റ് സ്റ്റോപ്പ് ബിറ്റ് L. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരിയൽ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മളുടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ പാക്കേജിങ് ഓരോ ആസ്കി വാല്യൂവിന് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിന് ഇടയ്ക്ക് സ്റ്റാർട്ട് ബിറ്റിനും സ്റ്റോപ്പ് ബിറ്റിനും ഇടയ്ക്ക് ഈ ക്യാരക്ടർ നമ്മളുടെ ആസ്കി വാല്യൂസ് പ്ലേസ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ 8 ബിറ്റാണ് നമ്മളുടെ ഒറിജിനൽ ആസ്കി വാല്യൂ എന്ന് പറയുന്നത്. 8 ബിറ്റിൽ
ബിറ്റിൻ്റെ കൂടെ ആദ്യം നമ്മൾ ഒരു ബിറ്റ് ഒരു സ്റ്റാർട്ട് ബിറ്റ് വെക്കണം, ദെൻ ഒരു ബിറ്റ് ഒരു സ്റ്റോപ്പ് ബിറ്റും വെക്കണം. സോ ഇവിടെ 1, ഇവിടെ 2, നമ്മളിവിടെയുള്ള 8. സോ 8 + 2 10 ബിറ്റാണ് ആക്ച്വലി. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ക്യാരക്ടറിൽ എത്ര ബിറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ. 10 ബിറ്റാണ് നമ്മളുടെ ട്രാൻസ്മിറ്ററിലെ ട്രാൻസ്മിഷൻ പ്രോസസ്സിലെ ഒരു ക്യാരക്ടർ എന്ന് നമ്മൾ ഒരു പ്രോട്ടോക്കോളിൽ ഡിഫൈൻ ചെയ്തിരിക്കണം. സോ ആക്ച്വലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് 8 ബിറ്റാണ്. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് 8 ബിറ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഡബ്ല്യുവിന് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും കൂടിയിട്ട് 2 ബിറ്റ് എക്സ്ട്രാ വന്നു. സോ 2 ഔട്ട് ഓഫ് 8 equal to 1/4. 25% നമുക്ക് ഓവർലോഡ് വന്നു. സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓവർഹെഡാണെന്നാണ് പറയുക. സോ 25% ഓവർഹെഡ്. സോ അതായത് 100% അല്ലെങ്കിൽ 100 ക്യാരക്ടർ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ 25 ക്യാരക്ടർ എന്തായിട്ട് വരും, അതിൻ്റെ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റിലും പോകും. അതൊരു അൺനെസസറി ഡാറ്റയാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, സോ എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഓവർഹെഡ് എന്നാണ് അൺനെസസറി ഡാറ്റ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ സ്പെക്ട്രം അൺനെസറിലി അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആക്ച്വൽ ഡാറ്റ അല്ല നമ്മളെ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും. സോ സ്റ്റാർട്ട് ബിറ്റ് ഈസ് ഓൾവേസ് 1 ബിറ്റ്. അതായത് ലോജിക് 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലോജിക് 1 ഓർ ലോജിക് 0 ഉപയോഗിക്കുക എന്താ നമ്മൾ അടുത്തത് പറയും. ഒരു ബിറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ബിറ്റിൽ യൂസ് ചെയ്യുന്നത്. ബട്ട് ദ സ്റ്റോപ്പ് ബിറ്റ് ക്യാൻ ബി 1 or 2 ബിറ്റ്സ്. 1 ബിറ്റോ 2 ബിറ്റോ നമുക്ക് 2 ബിറ്റ്സോ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ 1 ബിറ്റാണ് നമ്മൾ സ്റ്റോപ്പ് ബിറ്റായിട്ട് പറഞ്ഞത്. 1 ബിറ്റോ 2 ബിറ്റോ ഉപയോഗിക്കാൻ നമ്മളെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ട് ബിറ്റ് ഈസ് ഓൾവേസ് എ 0. സോ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് 1 ആയിരിക്കണം. സോ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും 1 0 ആയിട്ടാണ്. സോ സ്റ്റാർട്ട് ബിറ്റ് ഈസ് 0, സ്റ്റോപ്പ് ബിറ്റ് ഈസ് 1. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ക്യാരക്ടർ? നമുക്ക് എ എന്ന് പറയുന്ന ക്യാരക്ടറാണ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ആക്ച്വലി നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് എയുടെ ആസ്കി വാല്യൂ 41 എന്ന് പറയുന്ന ആസ്കി വാല്യൂ ആണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. 01000001 ഇതാണ് സെൻഡ് ചെയ്യുന്നത്. സോ സെൻഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് ഇവിടെ മാർക്ക് എന്ന് പറയുന്ന ഒരു ഫീൽഡുണ്ട്. സോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു ക്യാരക്ടറും സെൻഡ് ചെയ്യുന്നില്ല. സോ ബിഫോർ ട്രാൻസ്ഫറിങ് ദ ഫസ്റ്റ് ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്നതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ലോജിക് 1 ആയിരിക്കണം. സോ ലോജിക് 1 കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ സെൻഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റിസീവറിലേക്ക് 1 ആണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മീനിങ് നോ ഡാറ്റാസ് ആർ ബീയിങ് സെൻഡ് ഫ്രം ദ ട്രാൻസ്മിറ്റർ ടു റിസീവർ. സോ ലോജിക് 1 അതിനെ മാർക്ക് എന്നാ പറയുക. മാർക്ക് സിഗ്നൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഒന്നും വരുന്നില്ല എന്നർത്ഥം. സോ എപ്പോഴെങ്കിലും ലോജിക് ഹൈയിൽ നിന്ന് ലോജിക് ലോയിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാർട്ട് ബിറ്റ് ആണ്. ഗെറ്റ് റെഡി, ദ ട്രാൻസ്മിറ്റർ മേ സെൻഡ് ഡാറ്റ നൗ എന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. ആർക്ക്? അതായത് ഒരു കൺട്രോൾ ബിറ്റാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട്. സോ ആദ്യം ഗോസ് ഔട്ട് ഫസ്റ്റ്. സ്റ്റാർട്ട് ബിറ്റ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് അയക്കണം. സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ചാനൽ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് 1. അതാണ് അവിടെ സ്റ്റാർട്ട് ബിറ്റ് 0 ആകാൻ കാരണം. അപ്പോൾ സ്റ്റാർട്ട് ബിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഡാറ്റ ഒന്നും സെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ 1 അതിപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിസീവറിന് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എങ്കിൽ ചാനൽ എപ്പോഴും ലോജിക് 1 കാരണം. ദെൻ ലോജിക് 1 നിന്ന് ലോയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റിസീവറിന് മനസ്സിലാകും നെക്സ്റ്റ് ടൈം within the short interval of time the transmitter may send data എന്ന് നമ്മളുടെ ട്രാൻസ്മിറ്ററിന് മനസ്സിലാകും. സോ ഇനി നമുക്ക് എ എന്ന് പറയുന്ന ലെറ്ററാണ് അയക്കേണ്ടതെങ്കിൽ, അതിൻ്റെ ക്യാരക്ടറാണ് അയക്കേണ്ടതെങ്കിൽ അതിൻ്റെ ആസ്കി വാല്യൂവിൻ്റെ LSB ബിറ്റാണ് നമ്മൾ ആദ്യം സെൻഡ് ചെയ്യുന്നത്. അതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. 8051 LSB ബിറ്റാണ് നമ്മൾ ആദ്യമേ. സോ D0 ആദ്യം അയക്കും. സോ 1 ആദ്യം വന്നു. ദെൻ അടുത്ത ക്ലോക്ക് പൾസിൽ അത് 0 വിടും. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ 0 വിടും. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ 0 0 0. ദെൻ നമ്മളിവിടെ വരെ എത്തി. ദെൻ ലോജിക് 1 വിടും, അതായത് D6 എത്തി. ദെൻ D7 D0 വിട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നതിലേക്ക് ഇത് നമ്മൾ ഈ ക്ലോക്ക് പൾസ് നമ്മളുടെ റിസീവറിൽ കൗണ്ട് ചെയ്യും. 8 ക്ലോക്ക് പൾസിന് ശേഷം 8 ക്ലോക്ക് പൾസിന് അല്ലെങ്കിൽ 9 ക്ലോക്ക് പൾസിന് ശേഷം പിന്നെ വരുന്നത് ഡാറ്റ ആയിട്ട് റിസീവർ എടുക്കില്ല, അത് ലോജിക് 1 ആയിരിക്കണം. ഇവിടെ 0 ആണ് വരുന്നതെങ്കിൽ അവിടെ അത് ഒരു എററായിട്ട് നമ്മൾ എടുക്കും. സോ ഈ പൾസ്, ഈ ക്ലോക്ക് പൾസ് ഇവിടെ നമ്മളുടെ റിസീവർ കൗണ്ട് ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ സ്റ്റാർട്ട് ബിറ്റ് വന്നു, ദെൻ 8 ബിറ്റ് വന്നു. സോ 9 ക്ലോക്ക് പൾസായി. 10th ക്ലോക്ക് പൾസിൽ ലോജിക് 1 ആയിരിക്കും
ആയിരിക്കണം സെൻഡ് ചെയ്യേണ്ടത്. എന്തെങ്കിലും കാരണം കൊണ്ട് ഇവിടെ ലോജിക് 0 ആണ് പോകുന്നതെങ്കിൽ അതൊരു എററായിട്ടായിരിക്കും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ലോജിക് 1 വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ബിറ്റ് ആണ് എന്ന് നമ്മളെ റിസീവറിന് മനസ്സിലാകും. സോ ഈ സ്റ്റോപ്പ് ബിറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ കൗണ്ടർ, ഈ നമ്മളുടെ ക്ലോക്ക് പൾസൊക്കെ ടൈമറിൻ്റെ ഒരു ഹെൽപ്പ് കൂടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ടൈമർ 1ൻ്റെ ഒരു ഹെൽപ്പ് കൂടി 8051 യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബോർഡ് റേറ്റിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ ടൈമർ ഫ്ലാഗൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇതിനനുസരിച്ചായിരിക്കും. സ്റ്റോപ്പ് ബിറ്റ് വരുമ്പോൾ അതിൻ്റെ ടൈമർ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ടൈമർ ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോൾ ഈ വരുന്ന ഡാറ്റ ഇത് സീരിയൽ ടു പാരലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ രജിസ്റ്ററിൽ അത് ലോഡ് ചെയ്യും. എസ് ബഫ് എന്ന് പറയുന്ന രജിസ്റ്ററിൽ അത് ലോഡ് ചെയ്യും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും എന്താണ് എസ് ബഫ് എന്നൊക്കെ പറയും. ഓക്കെ, എന്താണ് ബോർഡ് റേറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സോ ഇതാണ് അതിൻ്റെ ഒരു ലോജിക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബോർഡ് റേറ്റ്? 8051 ഹാസ് 2 pins that are used specifically for transferring and receiving data serially. So 8051 സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് 2 രജിസ്റ്റേഴ്സ് ആണ് രണ്ട് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ലൈൻസ് എന്ന് പറയുന്നത് നമ്മളുടെ 8051 പോർട്ട് 3 2 പിൻസ് ആണ്. TXD ആൻഡ് RXD ആർ പാർട്ട് ഓഫ് ദ പോർട്ട് 3 പിൻസ്. P3.0 P3.1 ആണ് നമ്മൾ സീരിയൽ ട്രാൻസ്മിഷന് വേണ്ടി. സോ ട്രാൻസ്മിഷന് വേണ്ടി TXD പിൻ. സോ നമ്മൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റ TXDയിലേക്കായിരിക്കണം, TXD വഴിയായിരിക്കണം നമ്മൾ ചാനൽ കണക്ട് ചെയ്യേണ്ടത്. റിസീവ് ചെയ്യുന്ന ഡാറ്റ RXDയിലേക്കായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾക്കറിയാം നമ്മളുടെ 8051 മൈക്രോ ചെയ്യുന്നത് 5 വോൾട്ടേജ് പവർ സപ്ലൈയിലാണ്. സോ അതുകൊണ്ട് നമ്മളുടെ ട്രാൻസ്മിറ്റർ TXD RXD പിന്നിൽ വരുന്ന പിൻസിൻ്റെ വോൾട്ടേജ് ലെവൽസ് എല്ലാം TTL സ്റ്റാൻഡേർഡിലായിരിക്കണം. TTL സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ലോജിക്, അതിൻ്റെ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് 5 വോൾട്ട് ആൻഡ് 0 വോൾട്ടാണ്. ലോജിക് 1 5 വോൾട്ട്, അതിൻ്റെ ലോജിക് 0 എന്ന് പറയുന്നത് 0 വോൾട്ട്. 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ 3.6 to 5 വോൾട്ട് ഇത് അക്സെപ്റ്റബിൾ ആണ്. ദെൻ 0 to 2.4 I think ഇത് ലോജിക് ലോ ആയിട്ട് അക്സെപ്റ്റബിൾ ആണ്. സോ ഈ വോൾട്ടേജ് ലെവലിലായിരിക്കണം നമ്മളുടെ TTL അതായത് TXD RXDയിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ ആൻ ഇൻ്റർഫേസിങ് സ്റ്റാൻഡേർഡ്. പക്ഷേ ഈ 3 വോൾട്ടേജ് 3.6 വോൾട്ടേജ് ഒക്കെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ 1s and 0s വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോയ്സ് ഒക്കെ ചാനലുണ്ടാകും. ആ 3.6 വോൾട്ടേജ് ആണ് സപ്പോസ് നമ്മൾ ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ആ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്തിട്ട് 2.4 താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ സെൻഡ് ചെയ്തത് 1 ആണ്. റിസീവറിലേക്ക് വരുമ്പോൾ നോയ്സ് എഫക്റ്റ് കൊണ്ട് 2.4 വോൾട്ടേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് 2.4 അല്ലെങ്കിൽ 2.3 ആയിട്ട് മാറി. 2.3 ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ആ ബിറ്റിന് നമ്മളുടെ റിസീവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലോജിക് 0 ആയിട്ടായിരിക്കും. സോ കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ ചാനൽ ലെങ്ത് ഒക്കെ കൂടുതലാണെങ്കിൽ ഈ നമ്മളെ സ്റ്റാൻഡേർഡ് TTL വോൾട്ടേജ് ലെവൽ ഒരു അക്സെപ്റ്റബിൾ വോൾട്ടേജ് ലെവലല്ല, കമ്മ്യൂണിക്കേഷൻ ഫെയിലാകും. ആ സമയത്ത് ഒരു ഇൻ്റർഫേസിങ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. RS-232 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. RS-232 റെക്കമെൻഡ് സ്റ്റാൻഡേർഡ് 232 അതൊരു 1960s ഡെവലപ്പ് ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ്. വേറെ ഒന്നുമല്ല, വോൾട്ടേജ് ലെവലിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, കൺവേർട്ട് ചെയ്യും. സോ RS-2 ലോജിക് 1 ഈസ് റെപ്രസെൻറ്റഡ് ബൈ -3 to -25 വോൾട്ടേജ്. സോ നമ്മളുടെ ചാനലിൽ ട്രാൻസ്മിറ്ററിലേക്ക് വരുന്ന വോൾട്ടേജ് 5 വോൾട്ട് അല്ലെങ്കിൽ 3.6 വോൾട്ടേജ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ലോജിക് 1 ആണ്. ലോജിക് 1 ആണെങ്കിൽ അതിന് -3 to -25 വോൾട്ടേജ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു വോൾട്ടേജ് ആയിട്ട് അതിന് കൺവേർട്ട് ചെയ്ത് മാറ്റും. വൈലെ ലോജിക് 0 ഈസ് റെപ്രസെൻറ്റഡ് ബൈ +3 to +20. സോ 0 to 5 വോൾട്ടേജ് ലെവലിന് പകരം നമ്മൾ +25 വോൾട്ടേജ് ടു -25 വോൾട്ട് ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും നമ്മളുടെ വോൾട്ടേജ് 25-ന്. സോ ലോജിക് 0 എന്ന് പറയുന്നത് +25ഉം ലോജിക് 1 എന്ന് പറയുന്നത് -25 വോൾട്ടേജ് ആയിട്ടായിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ വോൾട്ടേജിൻ്റെ റേഞ്ച് മാറി. നമ്മൾക്ക് പോസിറ്റീവ് വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ +3 എബോവ് ഉള്ള പോസിറ്റീവ് വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ അതിന് ലോജിക് 0 ആയിട്ടും -3യേക്കാൾ താഴെയുള്ള മൈനസായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു വോൾട്ടേജാണ് വരുന്നതെങ്കിൽ അതിനെ ലോജിക് 1 ആയിട്ട് എടുക്കും. -3 to +3 അൺഡിഫൈൻഡ് ആയിട്ട് അതിനെ നോയ്സ് മാർജിൻ എന്ന് പറയാം. സോ നമ്മൾ ട്രാൻസ്മിറ്ററിന് നമ്മളുടെ RS-232ൻ്റെ TXD പിന്നാണ്. TXD പിന്നിനെ നേരിട്ട് ചാനലിലേക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്യില്ല. ഒരു RS-232 ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യണം. RS-232 സ്റ്റാൻഡേർഡിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു IC ആണ് MAX-232 എന്ന് പറയുന്ന IC. MAX-232 എന്ന് പറയുന്ന IC നമ്മൾ 8051
ഇതാണ് നമ്മൾ 8051. ദെൻ അവിടുന്ന് നമ്മൾ മാക്സ് 232 ഉപയോഗിക്കണം. അവിടുന്ന് നമ്മൾ ഒരു കൺവേർട്ടർ അല്ലെങ്കിൽ ചാനൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന DB9 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് പോർട്ടുണ്ട്, പിന്നുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ നെറ്റ് നോക്കിയാലും മനസ്സിലാവും. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 8051 ദെൻ മാക്സ് 232 ദെൻ DB9 എന്ന് പറയുന്നത് ഒരു സീരിയൽ പോർട്ടിൻ്റെ ഒരു പോർട്ടാണ്, 9 പിന്നുള്ള പോർട്ടാണ്. അതിലേക്ക് നമ്മൾ മാക്സ് 232 പിൻസ് കണക്ട് ചെയ്ത് വരണം. സോ രണ്ട് സൈഡിൽ നമ്മൾ മാക്സ് 232 യൂസ് ചെയ്യേണ്ടി വരും. അതായത് ട്രാൻസ്മിറ്ററിൻ്റെ സൈഡിൽ മുമ്പും ട്രാൻസ്മിറ്ററിന് ശേഷവും റിസീവറിന് മുമ്പും നമ്മൾ മാക്സ് 232 ഡിവൈസ് കണക്ട് ചെയ്തേണ്ടി വരും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് ഇൻ്റർനെറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കിയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് എൻ വോൾട്ടേജ് converter. RS-232 is the voltage converter to convert the TTL level to RS-232 voltage level. Okay, so we need voltage converter to convert RS-232 signals to TTL and vice versa, so that the voltage levels will be acceptable at 8051 side and RS-232 side. ഞാൻ പറഞ്ഞു RS-232 സൈഡിൽ അക്സെപ്റ്റ് ചെയ്യുന്ന വോൾട്ടേജ് -25 മുതൽ +25 വോൾട്ടേജ് വരെയാണ്. 8051 വോൾട്ടേജ് 0 to 5 വോൾട്ടേജ് ആണ്. സോ ഈ രണ്ട് ചാനലിന് മുൻപും ശേഷവും നമ്മൾ RS-232 സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യണം. അതിൻ്റെ ICയുടെ പേര് ഞാൻ പറഞ്ഞു, മാക്സ് 232 എന്ന് പറയുന്ന ഡിവൈസാണ്. ഓക്കെ, സോ ആ ഡിവൈസ് അതിൽ രണ്ട് ചാനലിൻ്റെയും എൻഡിൽ കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് baud rate എന്താണ്? To allow the data transfer between 8051 and the counterpart without any error, we must make sure that the baud rate of 8051 system must match the baud rate of counterpart. baud rate എന്ന് പറയുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ സിഗ്നൽസ് ചേഞ്ച് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ 8051 നമ്മൾ ആക്ച്വലി baud rate എന്ന് പറയുന്നത് മോഡത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. നമ്മൾ 8051 വരുമ്പോൾ baud rate ആൻഡ് ബിറ്റ്സ് റേറ്റ് എന്നൊക്കെ പറയുന്ന രണ്ടും സെയിം ആയിട്ട് എടുക്കുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്മിറ്റഡ് പെർ സെക്കൻഡ്. സോ baud rate എന്ന് പറയുന്നത് ആക്ച്വലി സിഗ്നൽ ചേഞ്ച് പെർ സെക്കൻഡ് എന്നാണ്. നമ്മളത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ നോക്കേണ്ട ആവശ്യമില്ല. baud rate ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനൊക്കെ നോക്കാം. നമ്മൾ 8051 കമ്മ്യൂണിക്കേഷൻ മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. സോ baud rate എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ രണ്ട് ട്രാൻസ്മിറ്ററിലും റിസീവറിലെയും ഈ baud rate ബിറ്റ്സ് പെർ സെക്കൻഡ്, സോ 9600 ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ റിസീവറും 9600 ബിറ്റ്സ് പെർ സെക്കൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. രണ്ടിൻ്റെയും ഈ സ്പീഡ്, ഈ റേറ്റ് ഒന്ന് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ 8051 കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിലെ ഡാറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോർട്ടിനെ പറയുന്ന കോംപോർട്ട് എന്നാണ്. കോംപോർട്ടിൻ്റെ സ്പീഡ് നമുക്ക് മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. 9600, 4800, 19600, ഇങ്ങനെ ഈ രീതിയിൽ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഉണ്ട്. സോ നമ്മൾ മൈക്രോ കൺട്രോളർ 8051ൻ്റെയും baud rate നമ്മൾ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ് baud rate സെറ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് നോക്കാം. സോ രണ്ടിൻ്റെയും സെയിം സ്പീഡ് ആയിരിക്കണം, സെയിം baud rate തന്നെ ആയിരിക്കണം. ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും baud rate സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ എറർ ഫ്രീ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, baud rate ഇൻസ്റ്റർഫൈസ് പ്രോഗ്രാമബിൾ. നമുക്ക് അതിൻ്റെ സ്പീഡ് baud rate നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് 9600 ആണെങ്കിൽ 8051ൻ്റെ സ്പീഡും baud rate നമ്മൾ 9600 സെറ്റ് ചെയ്യണം. സോ വേറൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെ baud rate 4800 ആണെങ്കിൽ 8051ൻ്റെ സ്പീഡും അല്ലെങ്കിൽ baud rateും 4600 സെറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് 8051ൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ baud rate എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ആണ്. ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൈമർ 1. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് ടൈമർ 0 ആൻഡ് ടൈമർ 1. ഇവിടെ യൂസ് ചെയ്യുന്ന ടൈമർ 1 ആണ് baud rateന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കണം, ടൈമർ 1 ആണ് baud rateന് വേണ്ടി യൂസ് ചെയ്യുന്നത്. When used for serial port, the frequency of timer clock is determined by crystal divided by 12. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 12 ആണ് നമ്മളുടെ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് മെഷീൻ സൈക്കിൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനെടുക്കുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്ന ടൈമാണ് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് കൺവേർഷനാണ്. ദെൻ പവർ ഓൺ റീസെറ്റിൽ നമ്മളുടെ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസിയെ 32 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ 32 ഡിവൈഡ് ചെയ്ത ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ ടൈമറിൽ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ടൈമർ നമ്മൾ മോഡ് 2-ലാണ് കോൺഫിഗർ ചെയ്യേണ്ടത്. മോഡ് 2 എന്ന് പറയുന്നത് ഓട്ടോ റീലോഡാണ്. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓട്ടോ റീലോഡ് എന്ന് പറഞ്ഞാൽ TH1 ഒരു വാല്യൂ നമ്മൾ ലോഡ് ചെയ്യും. അത് TH0 ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ F2 ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ F2 മുതൽ FF വരെ നമ്മൾ കൗണ്ടർ ഓപ്പറേറ്റ് ചെയ്യും. FF ആകുമ്പോൾ
നമ്മളുടെ ഒരു എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ പാർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് കാണിക്കും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. സോ ഈ എൻ നമ്മൾ പർട്ടിക്കുലർ വാല്യൂ TH1 ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബോഡ് റേറ്റിൻ്റെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. വി നീഡ് ടു ലോഡ് എ പർട്ടിക്കുലർ വാല്യൂ ടു TH1 register to make sure that our baud rate is what we have designed. നമ്മൾ 9600 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻ വാല്യൂ ഉണ്ട്. ആ എൻ വാല്യൂ കറക്റ്റായിട്ട് നമ്മൾ ലോഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ബോഡ് റേറ്റിൻ്റെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഡിസൈനിൽ വരിക. നമ്മൾ പ്രോഗ്രാമിൽ അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. So the relation between the crystal frequency and the baud rate in 805 is that 805 divides the crystal frequency by 12. പറഞ്ഞു കഴിഞ്ഞു ഫ്രീക്വൻസി അത് എല്ലാത്തിലുള്ളതാണ്. മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 12 ആണ്. അതായത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി എഫ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് 12 ആണെങ്കിൽ നമ്മളെ സിസ്റ്റം സിങ്ക്രണൈസ് ചെയ്യുന്നത് 12/12 ഈസ് ഈക്വൽ ടു 1 മെഗാ ഹെഡ്സിലായിരിക്കും. 1 മെഗാ ഹെഡ്സിലായിരിക്കും നമ്മളെ ക്രിസ്റ്റൽ ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ സിങ്ക്രണൈസിങ് പൾസ് ആയത് ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് 1 മെഗാ ഹെഡ്സ് ആയിരിക്കും. ദെൻ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി കിട്ടും. മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞ് ക്രിസ്റ്റൽ ഇവിടെ 12 അല്ല എക്സാമ്പിളായിട്ട് പറഞ്ഞത് 11.0 ഇതൊരു സ്റ്റാൻഡേർഡ് ക്രിസ്റ്റൽ റേറ്റ് ആണ്, ഫ്രീക്വൻസിയാണ്. 11.0592 ആണെങ്കിൽ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 11.0592 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് 921.6 കിലോ ഹെഡ്സ് ആയിരിക്കും നമ്മളുടെ ഒരു മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ ടൈം ഡിലേയിലൊക്കെ പറഞ്ഞതാണ് എന്താണ് മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത്, മെഷീൻ സൈക്കിൾ ടൈം പീരിയഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ടൈം ഡിലേ കാൽക്കുലേഷനിൽ പറഞ്ഞാണ്. അറിയാത്തവർ അതിലേക്ക് ഒന്നുകൂടെ റെഫർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അതിൽ നിന്ന് നമുക്ക് മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി കിട്ടി. ദെൻ നമ്മളുടെ UART യൂണിവേഴ്സൽ അസിംഗണസ് റിസീവ് ട്രാൻസ്മിഷൻ, അസിംഗണസ് ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് UART എന്ന് പറയുന്നത് നത്തിങ് ബട്ട് അവർ സീരിയൽ പോർട്ട് 805 സീരിയൽ പോർട്ട്. അതിൻ്റെ സെക്ഷൻ ഡിവൈഡ്സ് ദ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി ഓഫ് 921/32. സോ 32 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് നമ്മളുടെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യും. ആ ഫ്രീക്വൻസി 921/32 ചെയ്യുമ്പോൾ 28,800 ഹെഡ്സ് ആയിരിക്കും നമ്മൾക്ക് നമ്മളെ ടൈമറിന് യൂസ് ചെയ്യുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് 28,800 ഹെഡ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി 11.059 ആണെങ്കിൽ, ഇനി നിങ്ങളുടെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി 24 മെഗാ ഹെഡ്സ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ഈ വാല്യൂ ഈ രീതിയിൽ 24 ഡിവൈഡ് ബൈ 32 ചെയ്ത് ഈ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഫ്രീക്വൻസി ഇതിനെ എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ ഈ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണ് നമ്മൾ ബോഡ് റേറ്റ് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ വാട്ട് എവർ ബി യുവർ ക്രിസ്റ്റൽ ഫ്രീക്വൻസി, F is equal to crystal frequency divided by 12 divided by 32. ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ 32 ആണ് നമ്മളുടെ എഫ്. ആ എഫ് വാല്യൂ ആണ് നമ്മളുടെ എൻ എന്ന് പറയുന്ന TH1 ലോഡ് ചെയ്യേണ്ട വാല്യൂവിന് കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു എക്സാമ്പിൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ 921 ഡിവൈഡ് ബൈ 30 28. ഓക്കെ, സോ ഇത് റിവൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു 32 ആണ് ഇവിടെ നമ്മൾ ഇത് എവിടെ നിന്ന് കിട്ടി, ഇതിനെ നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ പറ്റും. സോ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ കിട്ടിയത് 9600 ആണ് നമ്മൾക്ക് അതിൻ്റെ ബോഡ് റേറ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും സമയത്ത് ഇതിന് ഡബിളായിട്ട് നമുക്ക് ബോഡ് റേറ്റ് മാറ്റണം. സോ ഡബിളായിട്ട് ബോഡ് റേറ്റ് മാറ്റാനായിട്ട് ബോഡ് റേറ്റ് ഡബിളർ എന്നൊരു ഓപ്ഷൻ നമ്മളുടെ മൈക്രോ കൺട്രോളറിലുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററാണ് പീകോൺ എന്ന് പറയുന്ന രജിസ്റ്റർ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പഠിക്കും. പീകോൺ എന്ന് പറയുന്ന രജിസ്റ്ററിലെ D7 എന്ന് പറയുന്ന ബിറ്റ് അതിന് സീരിയൽ മോഡ് എന്ന് എസ് മോഡ് എന്നാ പറയുക. ഈ ഡീഫോൾട്ടായിട്ട് നമ്മൾ പവർ ഓൺ റീസെറ്റിൽ എസ് മോഡ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എസ് മോഡ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 32 ആയിരിക്കും. നമ്മളുടെ പ്രോഗ്രാം വഴി എസ് മോഡിനെ നമുക്ക് വേണമെങ്കിൽ 1 ആക്കി മാറ്റാൻ പറ്റും. എസ് മോഡ് ഈസ് ഈക്വൽ ടു 1 ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 16 കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. സോ ഡിവൈഡഡ് ബൈ 16 32 പകരം 16 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, 28,800 പകരം 28,800 ഇൻറ്റു 2 ആയിരിക്കും ഫ്രീക്വൻസി എന്തായി ഡബിളായിട്ട് മാറി. സോ നമുക്ക് ബോഡ് റേറ്റിൻ്റെ സ്പീഡ് നമുക്ക് അവിടെ കൂട്ടാൻ കഴിയും. ഫ്രീക്വൻസി ഡബിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡ് റേറ്റിൻ്റെ സ്പീഡും നമുക്ക് കൂടി കിട്ടും. സോ അതാണ് ബോഡ് റേറ്റ് ഡബിളർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് മൈക്രോ കൺട്രോളറിലുണ്ട്. പീകോൺ എന്ന് പറയുന്ന രജിസ്റ്ററിൽ D7 ബിറ്റിന് 1 ആക്കിയാൽ ഫ്രീക്വൻസി ബോഡ് റേറ്റ് നമുക്ക് ഡബിളാക്കാൻ പറ്റും. സോ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, The timer 1 must be programmed in mode 2, that is 8-bit auto reload. Already പറഞ്ഞു കഴിഞ്ഞു. ബോഡ് റേറ്റിന് യൂസ് ചെയ്യുന്ന ടൈമർ എന്ന് പറയുന്നത് ടൈമർ 1 ആയിരിക്കണം. ടൈമർ 1നെ തന്നെ മോഡ് 2-ൽ നമ്മൾ കോൺഫിഗർ ചെയ്യണം. സോ ടി മോഡ് ഷുഡ് ബി ലോഡഡ് വിത്ത് so and so value such that timer 1 should work in mode 2.
മോഡ് 1-ലോ മോഡ് 0-ലോ മോഡ് 3-ലോ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബോർഡ് റേറ്റ് കാൽക്കുലേഷൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം മാറിപ്പോകും. സോ ടൈമർ 1 വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എല്ലാം ഇത് ചെയ്യുമ്പോൾ അഫക്റ്റ് ആകും. അതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. സോ ടൈമർ 1 ഉപയോഗിച്ച് ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. നെക്സ്റ്റ്, സോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ കാൽക്കുലേഷൻസ് നമ്മൾ ടൈമറിൻ്റെ കാൽക്കുലേഷൻ എടുക്കുന്ന ഫ്രീക്വൻസി ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 12 ഡിവൈഡഡ് ബൈ സോ അപ്പോൾ നമ്മളുടെ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി കിട്ടും. മെഷീൻ സൈക്കിൾ ഡിവൈഡ് ബൈ 32 ഇതാണ് നമ്മളുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മളുടെ 1632 എന്ന് പറയുന്നത്. എസ് മോഡിനെ നമ്മൾ 1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 32-ന് പകരം അത് 16 മാറും. 16 മാറുമ്പോൾ ഈ ഫ്രീക്വൻസി നമുക്ക് ഡബിളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ബോർഡ് റേറ്റും ഡബിൾ ആകും. ഇതാണ് നമ്മളെ ടൈമർ 1-ൻ്റെ ക്ലോക്കിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ടൈമർ 1-ന് എങ്ങനെയാണ് ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ സ്റ്റാൻഡേർഡ് ബോർഡ് റേറ്റ് നമ്മൾ ഓൾഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിരുന്ന പെൻറ്റിഎം അല്ലെങ്കിൽ IBM PC-യിലൊക്കെ യൂസ് ചെയ്യുന്ന ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് ഇത്രയും ബോർഡ് റേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഫിക്സ്ഡ് ആണ്. ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 8051-ൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം. നമ്മൾക്കിപ്പോൾ 4000-ൽ ബോർഡ് റേറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരിക്കലും 4000-ലെ ബോർഡ് റേറ്റ് ഇല്ല. കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡ് റേറ്റ്സ് ഒക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. അത് ഓൾറെഡി നമ്മളുടെ മാനുഫാക്ചേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ അത് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോർഡ് റേറ്റ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് 9600 ആണ്. ഓക്കെ, സോ 9600 ആയിട്ട് നമ്മൾ 8051-ൻ്റെ ബോർഡ് റേറ്റും പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മാത്രമേ PC ഇത് നമ്മളുടെ കമ്പ്യൂട്ടറാണ്, പിന്നെ 8051 സിസ്റ്റം ഇത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എറർ ഇല്ലാതെ നടക്കണമെങ്കിൽ ഇവിടുത്തെ 9600-ഉം ഇവിടുത്തെ 9600 നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് പോസിബിൾ ആകുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ബോർഡ് റേറ്റ്? സെറ്റ് ദ ബോർഡ് റേറ്റ് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് വാല്യൂ, അതായത് 9600-ഓ 4800-ഓ പിന്നെ 19600-ഓ ഏതെങ്കിലും വാല്യൂയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ടൈമർ 1-ൻ്റെ രജിസ്റ്റർ TH1-ൻ്റെ രജിസ്റ്ററിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് ലോഡ് ചെയ്യണം. സോ നമ്മൾ F2 എന്ന് ലോഡ് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞു F3 F4 ഇങ്ങനെ FF വരെ അത് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓരോ ഫ്രീക്വൻസി 28800 ഫ്രീക്വൻസിയിലും ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. FF ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ റീലോഡ് F2-ലേക്ക് വരുമ്പോൾ കൗണ്ടർ ഓവർഫ്ലോ ആകുമ്പോൾ ടൈമർ ഫ്ലാഗ് സെറ്റാകും, TF ഫ്ലാഗ് സെറ്റാകും. ഈ TF ഫ്ലാഗ് സെറ്റാകുമ്പോൾ ഓരോ ബിറ്റിനെയും നമ്മളിങ്ങനെ സെൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഓരോ ബിറ്റിനെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് TF ഫ്ലാഗിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും. സോ D0 നമ്മൾ സെൻഡ് ചെയ്യും. TF ഫ്ലാഗ് 1 ആയി കഴിയുമ്പോൾ നമ്മൾ D1 സെറ്റ് ചെയ്യും. വീണ്ടും അതിന് മുമ്പ് TF ഫ്ലാഗിനെ നമ്മൾ 0 ആക്കി വിടും. വീണ്ടും TF ഫ്ലാഗ് 1 ആകുമ്പോൾ D2-നെ സെറ്റ് ചെയ്യും. അതിന് മുമ്പ് TF ഫ്ലാഗ് 0 ആക്കി വിടും. സോ ഇതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ TF ഫ്ലാഗ് എപ്പോഴാണ് 1 ആകുന്നതെന്ന് അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ ആക്ച്വലി F2 മുതൽ FF വരെയുള്ള നമ്പർ ഓഫ് ക്ലോക്ക് പൾസ് എത്രയുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ആണ് നമ്മൾ N-ലേക്ക് ലോഡ് ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ കാൽക്കുലേഷൻസ് ഫോർ N എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സോ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12 ഡിവൈഡ് ബൈ 32 ചെയ്യുമ്പോൾ 20 ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലോക്ക് ഫ്രീക്വൻസി ഫോർ ടൈമർ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മൾ F എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ F-ൻ്റെ കാൽക്കുലേഷൻ ക്ലോക്ക് ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ പ്രോബ്ലത്തിൽ എന്താണോ തന്നിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂടെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഈ വാല്യൂടെ കണ്ടുപിടിച്ചിരിക്കണം. സോ ഇതാണ് നമ്മളുടെ F എന്ന് പറയുന്നത്. ദെൻ ടൈം പീരിയഡ് ഫോർ ഈച്ച് ക്ലോക്ക് എന്ന് പറയുന്നത് 1/F ആയിരിക്കും. ക്യാപിറ്റൽ F ആണ്. ഇതാണ് നമ്മളുടെ ക്ലോക്കിൻ്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ദെൻ ഡ്യൂറേഷൻ, ടൈമറിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് TH1-ൽ ലോഡ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചിരിക്കും. ഇപ്പോൾ F2 ആണെങ്കിൽ F2 മുതൽ FV വരെ. ഓക്കെ, സോ ഒരു 14 സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. സോ 14 പൾസ് ആണ് നമ്മളുടെ ഇവിടെ N എന്ന് പറയുന്നത് 14 ആണ്. സോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, നെക്സ്റ്റ് ദെൻ ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് 1 ബോർഡ് റേറ്റ് ഇസ് ഈക്വൽ ടു ഈ നമ്മുടെ നമ്പർ ഓഫ് ഇതിൻ്റെ ഈ ഫ്രീക്വൻസിയുടെ നമ്മുടെ ടൈമറിൻ്റെ ഫ്രീക്വൻസിയുടെ ടൈമർ കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള ബോർഡ് റേറ്റിൻ്റെ സമയം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതിൽ നിന്ന് ഇത് ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിളിൽ 9600 ആയിരിക്കും. സോ അതിൽ നിന്ന് നമുക്ക് N കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. N എന്ന് പറയുന്നത് F ഡിവൈഡഡ് ബൈ ബോർഡ് റേറ്റ്. എക്സാമ്പിൾ നമ്മൾക്കിപ്പോൾ TH1-ലേക്ക് ലോഡ് ചെയ്യേണ്ട വാല്യൂ 9600 ആണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ബോർഡ് റേറ്റ്. ഓക്കെ, തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഉപയോഗിച്ച് ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. സോ നോർമലി ഫ്രീക്വൻസി 11.059 ആണെങ്കിൽ ഈ F എന്ന് പറയുന്നത് 28800 ആയിരിക്കും. സോ N എന്ന് പറയുന്നത് 28800
ഡിവൈഡഡ് ബൈ 9600 അപ്രോക്സിമേറ്റ് നമുക്ക് 3 എന്ന് കിട്ടും. സോ 3 പ്രാവശ്യമാണ് നമ്മളെ ടൈമർ 1ൻ്റെ പൾസ് ലോഡ് ചെയ്യേണ്ടത്. സോ സമയം തീരുവാണ് അല്പം സ്പീഡിൽ പോകുന്നത്. സോ 3 പ്രാവശ്യമാണ് നമ്മളെ ടൈമർ റൺ ചെയ്യേണ്ടത്. 3ൽ ലോഡ് ചെയ്യണമെങ്കിൽ FF, അതിൻ്റെ താഴെ FE, അതിൻ്റെ താഴെ FD. FD ആണ് നമ്മൾ ഏതിലേക്ക് ലോഡ് ചെയ്യേണ്ടത്? TH1ലേക്ക് ലോഡ് ചെയ്യേണ്ടത്. സോ FD, FE, FF. ഓക്കെ, സോ 3 പൾസ് കിട്ടും. സോ ഈ 3ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലോഡ് ചെയ്യേണ്ടത് FD ആണ്. സോ സിയിലാണ് ലോഡ് ചെയ്യേണ്ടതെങ്കിൽ അതിന് -3 എന്ന് ലോഡ് ചെയ്താൽ മതി. 8051ൻ്റെ അസംബ്ലി ലെവൽ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ മൂവ് ഹാഷ് ഉപയോഗിച്ച് TH1 FD എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ലോഡ് ചെയ്യണം. ഓക്കെ, സോ -3 ഓർ FD. സോ നമ്മൾ സി ആണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കമ്പൈലർ ഉപയോഗിച്ച് ചെയ്യുന്നതെങ്കിൽ മൂവ് TH1 -3 എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മൂവ് TH1 FDH എന്ന് കൊടുത്താലും സെയിം ഓപ്പറേഷൻ നടക്കുക. സോ അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. സോ ഒരു എക്സാമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. ക്രിസ്റ്റൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് TH1 ദാറ്റ് മസ്റ്റ് ബി ലോഡഡ് ടു TH1 ടു സെറ്റ് ദ ബോർഡ് റേറ്റ് 9600, 2400, 1200. ഈ 3 ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് TH1ലേക്ക് ഈ പെർട്ടിക്കുലർ ക്രിസ്റ്റൽ ഫ്രീക്വൻസിയിൽ ലോഡ് ചെയ്യേണ്ട വാല്യൂ എന്താണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി ഓഫ് 8051 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി / 12 ചെയ്യുമ്പോൾ 9021 kHz കിട്ടി. ദെൻ ടൈമർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 9021/32 ആണ്. റിമെമ്പർ, നമ്മൾ പീക്കോൺ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഒരു പർട്ടിക്കുലർ വാല്യൂ സെറ്റ് ഡീഫോൾട്ട് വാല്യൂ ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ 28800 എന്ന് കിട്ടി. സോ UARTയുടെ നമ്മളുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ബോർഡ് റേറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 28800 ആണ്. നെക്സ്റ്റ് 28800 ബോർഡ് റേറ്റ് 9600 പറഞ്ഞെങ്കിൽ N എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. F ഡിവൈഡഡ് ബൈ നമ്മളുടെ ബോർഡ് റേറ്റ് ആണ്. F എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേഷൻ ചെയ്ത് 28800 ഡിവൈഡഡ് ബൈ 9600 ചെയ്യുമ്പോൾ 3 കിട്ടി. സോ 3 നമ്മൾ ലോഡ് ചെയ്യണം. -3 ഇൻ C പ്രോഗ്രാമിംഗ് ഓർ FD ഇൻ അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ്. അതാണ് TH1ലേക്ക് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് റേറ്റ് 2400 ആണ്. 2400 കറസ്പോണ്ടിങ് ആയ കാൽക്കുലേഷൻ 2400. സോ N is equal to F ഡിവൈഡഡ് ബൈ ബോർഡ് റേറ്റ് ചെയ്യുമ്പോൾ 28,800 ഡിവൈഡഡ് ബൈ 2400 12 കിട്ടും. സോ -12 ഉപയോഗിക്കുക, അല്ലെങ്കിൽ FF -12 ചെയ്യുമ്പോൾ നമുക്ക് F4 കിട്ടും. അതാണ് നമ്മൾ TH1ലേക്ക് ലോഡ് ചെയ്യേണ്ടത്. സോ ഇത് പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. പർട്ടിക്കുലർ ബോർഡ് റേറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളാണ്. ബോർഡ് റേറ്റ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ബോർഡ് റേറ്റ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 32. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, മൂന്നാമത്തത് 1200 ആണ് നമുക്ക് ബോർഡ് റേറ്റ് വേണ്ടത്. സോ 28800 ബൈ 1200 വിച്ച് ഇസ് ഈക്വൽ ടു 24. സോ -24 ഓർ E8. ഇതാണ് നമ്മളെ മൈക്രോ കൺട്രോളറിൻ്റെ TH1ലേക്ക് ലോഡ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത്. റിമെമ്പർ, ടൈമർ 1 ആണ്. ടൈമർ 1 ഷുഡ് ബി ഇൻ മോഡ് 1. ഇതെല്ലാം എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് T മോഡിന് നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊണ്ട് ലോഡ് ചെയ്തിരിക്കണം. ആ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മോഡ് 2 ടൈമർ 1, മോഡ് 2 ടൈമർ 0യുടെ സെക്ഷൻസ് എല്ലാം 000 കൊടുക്കണം. മറ്റതെല്ലാം മോഡ് 2ൽ വരണം. ടൈമർ 1. സോ ഒരു പർട്ടിക്കുലർ ഡിഫറെൻറ്റ് ബോർഡ് റേറ്റ്സിന് കറസ്പോണ്ടിങ് ആയ വാല്യൂസിൻ്റെ സ്റ്റാൻഡേർഡാണ്. നമ്മളെപ്പോഴും നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 9600 ആണെങ്കിൽ -3 ഡെസിമലിൽ, ഹെക്സിലാണെങ്കിൽ FD 4000x800 ആണെങ്കിൽ -6, FA 2400 ആണെങ്കിൽ -12 ഓർ F4, ദെൻ 1200 ആണെങ്കിൽ -24 ഓർ E8. സോ EA നമ്മൾ TH1ലേക്ക് ലോഡ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചാണ് നമ്മളുടെ ബോർഡ് റേറ്റ് ഇരിക്കുന്നത്. സോ ഇതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് ആൻഡ് ബോർഡ് റേറ്റ് സെറ്റിങ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒന്നുകൂടി പഠിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ടുഡേയ്സ് ടോപ്പിക്.